Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. ഓക്കെ, നിങ്ങൾ കമ്മിറ്റി ഫോം ചെയ്തോ? ലീഡേഴ്സ് ഒക്കെ ആയോ? ക്ലാസിന്റെ ഒരു വീക്ക്ലി കമ്മിറ്റിയാണ്, ഞാൻ പറഞ്ഞിരുന്നു. സോ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ സിസ്റ്റമാറ്റിക് ആവും ക്ലാസ്. ടൈം ഒന്നും അത്ര നമുക്ക് നഷ്ടാവില്ല. സോ വി ക്യാൻ യൂസ് ദ ടൈം മാക്സിമം. ഓക്കെ, സോ പ്രേയർ. Prayer, please. No one? Okay, we will start with the silent prayer. ഓക്കെ, റെക്കോർഡ് റേറ്റിംഗ് അല്ലേ, നമുക്ക് മാക്സിമം എഴുതാം. കുറച്ചും കൂടെ മെറ്റീരിയൽസ് വരാനുണ്ട്. ഞാൻ നാളെ ഒന്നുകൂടെ അപ്ഡേറ്റ് ആവാം. സാറ്റർഡേ തന്നെ ക്ലാസ് നടത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെവൻത്തിനല്ലേ മാം? യാ, 7th നെക്സ്റ്റ് സാറ്റർഡേ. നാളെ അല്ല. ഓക്കെ. 7th മാത്രല്ലേ ഉണ്ടാവുള്ളൂ? 7th മാത്രമേ കാണുള്ളൂ, കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടല്ലേ അത്. എത്ര മണിയാകുമ്പോഴാണ് മാം അവിടെ വരണ്ടേ? അതൊന്നും എനിക്ക് സാറ് പറഞ്ഞിട്ടില്ല. നിങ്ങളും കൂടെ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ടൈം പറയുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ കൺവീനിയൻസ് അല്ലല്ലോ, ഞങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. വരുന്നവരുടെ ഒരു കൺവീനിയൻസ് ആണ് നമ്മൾ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എല്ലാവരും 7th തന്നെ എത്തുന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നേ. സ്റ്റേ ആയിട്ട് ആരും ഇല്ലെന്നാ പറയുന്നേ. അതെ അല്ലെ? സോ മെറ്റീരിയൽസ് കിട്ടാനുണ്ട്, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ 7th തന്നെയാണോ അതോ? പിന്നെ അന്ന് പറഞ്ഞ നമ്പേഴ്സിന് കുറെ പേരൊക്കെ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, വയ്യായികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. ആണോ? സോ എനിക്ക് തോന്നുന്നു ഒന്ന് റീതിങ്ക് ചെയ്യാം. കാരണം മെറ്റീരിയൽസ് എല്ലാം വന്ന ആഫ്റ്റർ വെക്കേഷൻ ആണോ നല്ലത് എനിക്ക് ഞാൻ മനസ്സിൽ തോന്നി. ഇനി പാലക്കാട് ഈ ദൂരെയുള്ളവരൊക്കെ മോർണിംഗ് എത്തുമ്പോ തന്നെ എന്തായാലും 10-11 മണിയൊക്കെ ആവേയിരിക്കും. എന്നുവെച്ചാൽ മലപ്പുറം പാലക്കാട് നിന്നൊക്കെ സ്റ്റേ ഇല്ലാണ്ട് ആ ഡേ എത്തുമ്പോ ഒരുപാട് ലേറ്റും ആവും തോന്നുന്നു. ഓക്കെ ഓക്കെ. 2-3 പേര് ഗ്രൂപ്പിൽ പറഞ്ഞുണ്ടാവില്ല എന്നുള്ളത് അന്ന് ലിസ്റ്റ് തന്നതില്. നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാം, നോക്കാം. മോണ്ടിസോറി അപ്പാരറ്റസിലെ പ്രാക്ടിക്കൽ ഏരിയ, അതിന്റെ ഒരു പിക്ചർ ആണ്. അങ്ങനത്തെ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ കിച്ചണിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഷെൽഫില് ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടാണ്, ചൈൽഡ് സൈസിലുള്ള ഷെൽഫുകളായിരിക്കും. കുട്ടികൾക്ക് നിന്നുകൊണ്ട് തന്നെ എല്ലാം എടുക്കാനായിട്ട് പറ്റും.
ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊന്ന് ബ്യൂട്ടിഫൈ ചെയ്യും കൂടെ ചെയ്യും. സോ നെക്സ്റ്റ് വൺ, ഇതെല്ലാം വാട്ടർ വർക്ക്സ്, വെള്ളം എടുക്കാനുള്ളതും വെള്ളം പോർ ചെയ്യാനുള്ളതും വെള്ളം സ്റ്റോർ ചെയ്യാനും ആ ഒരു രീതിയിലുള്ളതൊക്കെയാണ് ഇത്. നിങ്ങൾ എഴുതിയിരുന്നോ? പിങ്ക് ടവർ വരെ എഴുതിയിട്ടുണ്ട്. എഴുതിയോ? മിസ്സിന്റെ ക്ലാസ്സിൽ കുറച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ? ക്ലാസ്സിൽ അശ്വിനി മാം ഈ ബട്ടണിങ് ഫ്രെയിംസിൽ അത് സെക്കൻഡ് വൺ ഒരു 6 ഉണ്ടല്ലോ. അതിൽ സെക്കൻഡ് വൺ വെൽക്രോ അല്ലേ? അതെ, വെൽക്രൂ. ഞാൻ എഴുതിയ സ്പെല്ലിംഗിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ശരിയാ, വെൽക്രൂ ആണ്. ഇതെല്ലാം എഴുതിയതല്ലേ? പിങ്ക് ടവർ. പിങ്ക് ടവർ കഴിഞ്ഞു. അടുത്തത് വേറെ എന്തോ ബ്രൗൺ എന്തോ പറഞ്ഞു മിസ്. ബ്രൗൺ സ്റ്റേഴ്സ് ആയിരിക്കും. അതെ. സെക്കൻഡ് സെഷനിലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു സെൻസോറിയൽ അപ്പാരറ്റസ്, അതായത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ കാര്യങ്ങളായിരുന്നു അത്. അശ്വതി മാം എടുത്ത പോർഷൻസ്. ഈ സെൻസോറിയൽ അപ്പാരറ്റസിൽ ഫസ്റ്റ് വണ്ണായ പിങ്ക് ടവർ എഴുതി. ഓക്കെ, പിങ്ക് ടവർ കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞേ? നെക്സ്റ്റ് വൺ, പിങ്ക് ടവറിന്റെ ആ ഒരു പിക്ചർ പോലെ വെച്ചിരിക്കുകയാണ്. കാരണം കുട്ടി ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആക്കുന്ന ഫോം ഇതാണ്. പിന്നെ ബാക്കിയുള്ളത് ബ്രൗൺ സ്റ്റെയർസ്. നിങ്ങൾ ബ്രൗൺ സ്റ്റെയർസ് എഴുത്. ഞാൻ നിങ്ങൾക്ക് കാണാൻ പാകത്തിന് ബ്രൗൺ സ്റ്റെയർസ് ഒന്ന് ഇവിടെ വെക്കാം, ടേബിളിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാനൊന്ന് വീഡിയോ ഓഫ് ചെയ്യാണ്. എഴുതാൻ പറ്റുമല്ലോ? നല്ല ക്ലിയർ അല്ലേ? ഓക്കെ മാം.
ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലെ കഴിഞ്ഞു മാം. എല്ലാരും? കഴിഞ്ഞു. നിന്ന് എന്റെ ഫോണിൽ നിന്ന് ഒന്ന് കേറിയിട്ട് നിങ്ങളെ ആ ബ്രൗൺ സ്റ്റെയർസ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഈ ക്യാമറ പിടിച്ചോണ്ട് ഞാൻ പോണം, അതാണ് ഒരു പ്രശ്നം. കാണാമോ? എക്കോ വരുന്നല്ലേ? ഓക്കെ ആണോ? കേൾക്കാമോ? ഞാനതൊന്ന് അറേഞ്ച് ചെയ്ത് ഞാനൊന്ന് മാറ്റാം. നിങ്ങളുടെ എത്ര ക്യൂബോയിഡ്സ് കാണാനായിട്ട് പറ്റും? കൗണ്ട് ചെയ്യാം. എത്ര ഉണ്ട്? എന്റെ കയ്യിൽ ഒരെണ്ണമുണ്ടേ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 10 ക്യൂബോയിഡ്സ് ആയിരുന്നു. ഞാനൊന്ന് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 10 ക്യൂബോയിഡ്സ് ആയിരുന്നു. ഇപ്പം എല്ലാത്തിന്റെയും കൂടെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ലാസ്റ്റ് ക്യൂബോയിഡിന്റെ ഏറ്റവും ചെറിയ ക്യൂബോയിഡിന്റെ പോലെ തന്നെ ഒരെണ്ണം സെയിം ഒരു ടിൻ പോലെ 2 എണ്ണം വരുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ഓഫ് എറർ, പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം എക്സ്ട്രാ ലാസ്റ്റ് വണ്ണിന്റെ ടിന്നിങ് പോലെ ഒരെണ്ണം വരുന്നത്. അതുപോലെ തന്നെയുള്ളത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ആ കൺട്രോൾ ഓഫ് എറർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹെൽപ്പ് ചെയ്യാൻ മോളൊക്കെ ഉണ്ട്, അവൾക്ക് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് പഠിക്കുക. മോൻ പിന്നെ വരില്ല. ഈ ക്യൂബോയിഡിന്റെ ബേസ് നോക്കുവാണെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഒരു സ്ക്വയർ ഷേപ്പാണ്. നമുക്ക് കാണുമ്പോൾ ഇതറിയാം ഏറ്റവും വലിയ ക്യൂബോയിഡ് ഇതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തു. എല്ലാത്തിന്റെയും ഡയമെൻഷൻസിൽ ഈ ഒരു ഡയമെൻഷൻ സെയിം ആയിരിക്കും.
ചേഞ്ച് ആവുന്നത് ഈ ഒരു ഡയമെൻഷൻ ആയിരിക്കും ചേഞ്ച് ആവും. സെക്കൻഡ് അതിന് ചെയ്ത് കൺട്രോൾ ഓഫ് എറർ എങ്ങനെയാണ് കാണിച്ചത്. അങ്ങനെ നമ്മൾ 10 കീവേഡ്സും അറേഞ്ച് ചെയ്യുക. ഇത് സ്റ്റെയർ എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ നല്ല ഫൈൻ ആണ്, വൈബ്രന്റ് കളേഴ്സ് ആണ്. സൈഡ്സ് എല്ലാം സെയിം ഒരേ ലെവലിൽ തന്നെ. ഇനി നമ്മൾ കൺട്രോൾ ഓഫ് എററിന് എടുക്കുന്നത് എല്ലാം വെച്ച് കഴിയുമ്പോൾ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുമ്പോൾ സെയിം ലെവലിൽ വരുന്നു. സെക്കൻഡ് വൺ സെയിം ലെവൽ, തേർഡ് വണ്ണിലും സെയിം ലെവൽ, ഫോർത്ത് വണ്ണിലും സെയിം ലെവൽ കാണിക്കും. സെയിം ലെവൽ, സെയിം സെയിം സെയിം, ലാസ്റ്റ് കണ്ടുവയ്ക്കുമ്പോൾ ആ ഒരു സെയിം ലെവലിൽ വരും. ഇനി അഥവാ കുട്ടികള് ബൈ മിസ്റ്റേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചെന്ന് വിചാരിച്ചു. അവിടെ സെയിം കീബോർഡ് വെച്ച് നോക്കുമ്പോൾ ഈ ലെവൽ കീപ്പ് ചെയ്യുന്നില്ല, അവിടെ ഒരു വ്യത്യാസമുണ്ട്. സോ അവർക്കറിയാം ഇത് രണ്ടും കൂടെ എന്തോ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ഇത് മാറ്റും. ഇതേപോലെ തന്നെ താഴെ വന്നില്ല, പ്ലേസിലും വന്നില്ല. സോ എവിടെയോ ഒരു എറർ ഉണ്ടായിട്ടുണ്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഇവർക്കൊരു ഡെമോ ഉണ്ടാവും, ഇങ്ങനെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. പിങ്ക് കവർ കിട്ടിയിട്ടില്ല, പിങ്ക് കവർ കൂടി ഇല്ലാതെ നമുക്ക് കോമ്പിനേഷൻ ഓഫ് പിങ്ക് ആൻഡ് ബ്രൗൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ മാം? ഇത് വാങ്ങാൻ കിട്ടുന്നതാണോ അതോ ഉണ്ടാക്കിയതാണോ? ഇത് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിന്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്, 8000 സംതിങ് ഒക്കെ വരും. ഇത് എന്താണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്? എടുക്കാം, ഒരെണ്ണം എടുക്കാം. ഞാൻ യൂട്യൂബ് ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു മാം. നല്ല റേറ്റ് ആണ്. നമ്മുടെ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് ആണ് കാട്ടിയത് അതില്. അതെ, ഞാനൊന്ന് ലീവ് ആവട്ടെ. നല്ല റേറ്റ് ആണ്. ഇപ്പം ഞങ്ങളുടെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ 10 ക്യൂബോയിഡ്സ് ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് ചെറുത് ഇപ്പൊ 2 എണ്ണം ഉണ്ട്. കൺട്രോൾ ഓഫ് എററിന് വേണ്ടിയിട്ട് സ്റ്റെയറിന്റെ പോലെ ഇങ്ങനെ താഴെ താഴെ വരുന്നു, മുകളിലേക്ക് കയറി പോകുന്നു എന്നൊക്കെ അവർക്ക് ഈ ലാസ്റ്റ് വൺ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ലെവൽ ചെയ്ത് നോക്കുമ്പോ കയ്യിൽ പിടിക്കാൻ ഒരു വിഷമം, കാരണം വെച്ചാൽ ഇത് താഴെ വീഴരുത്. ശരിക്കും പറഞ്ഞാൽ മാറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ടേബിളിന്റെ മുകളിൽ നല്ല സെക്യൂർ ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പൊ കീപ്പ് ചെയ്യുമ്പോൾ കണ്ടോ ആ ഒരു ഡിഫറൻസ്, അടുത്തടുത്തുള്ള സ്റ്റെയർസ് തമ്മിലുള്ള ഡിഫറൻസ്, അത് ഈ ലാസ്റ്റ് വൺ കൊണ്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാകും അത് കറക്റ്റ് ആണെങ്കിൽ ഇവർ വെച്ചത് കറക്റ്റ് ആണ്, ആ 2 എണ്ണം കറക്റ്റ് പൊസിഷനിലാണ്. അങ്ങനെ ഇത് കറക്റ്റ് അല്ലാതെ വരുമ്പോഴാണ് അവർ മാറ്റി മാറ്റി ചെയ്ത് നോക്കുന്നത്. ഇത് വുഡൻ ആണ്, നല്ല ഫൈൻ ആണ്, നല്ല ബ്രൗൺ കളറാണ്, നല്ലൊരു ബ്രൗൺ കളർ. ഇത് വെയിറ്റ് ഇല്ലേ മാം? വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. എന്നാൽ വലിയ കീബോർഡ്സ് ഒക്കെ നല്ല വെയിറ്റാ. കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് കേട്ടോ. ആ ഒരു അവരുടെ ആ മസിൽസിനും ഒക്കെ ഒരു നല്ലൊരു എക്സസൈസ് പോലെയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ലൈറ്റ് വെയിറ്റ്. അപ്പൊ വുഡ് പീസ് ആണ്. നമ്മള് നോബ്ഡ് സിലിണ്ടർ ഒക്കെ കണ്ടപ്പോ കണ്ടില്ലേ, നല്ല ഫൈൻ ആണ് അതെല്ലാം, നല്ല രസമായിട്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു നല്ല സ്മൂത്ത് ഫിനിഷ് ആണ്, ഫിനിഷിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഇത് നിങ്ങൾ ആമസോണിലൊക്കെ പിങ്ക് ടവർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ റിവ്യൂ കാണാം. ആളുകൾ ഫിനിഷിംഗ് ഇല്ലെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വളരെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ചില പ്രോഡക്ട്സ്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തപ്പം നല്ല റേറ്റിംഗ് ഉള്ളത് നോക്കിയിട്ടാ. ചില പിങ്ക് ടവേഴ്സ് ചെറിയ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടായിരുന്നു റേറ്റില്, സ്ലൈറ്റ് വേരിയേഷൻസ്, ഒരു 500 അങ്ങനെയൊക്കെയുള്ള ഒരു വേരിയേഷൻസ്. ഞാൻ സ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തൗസൻഡ്സിലുള്ള റേറ്റാണ്. അതിലെ ഒരു 500 റേറ്റിന്റെ ഒക്കെ ഒരു വ്യത്യാസം വന്നപ്പം ഞാൻ റിവ്യൂ നോക്കി. അപ്പൊ വില കുറഞ്ഞതിന്റെ ഫിനിഷിംഗ് ശരിയല്ല. പിന്നെ 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെയുള്ള പിങ്ക് ടവർ കറക്റ്റ് മെഷർമെന്റ് കറക്റ്റ് അല്ല, തെറ്റാണെന്ന് കണ്ടു. അങ്ങനെ വന്നപ്പോ ഞാൻ ആ റേറ്റ് ലോ നോക്കിയില്ല, സ്റ്റാർ റേറ്റിംഗ് നോക്കിയിട്ട് നല്ല പിങ്ക് ടവർ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്
നമുക്ക് കുറെ ബാച്ചുകൾക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ. പിന്നെ പലതിന്റെ പെയിന്റ് പോയി അങ്ങനെയൊക്കെ. ഇതൊന്നും പെയിന്റ് ഒന്നും പോകില്ല. ഈവൻ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ പെയിന്റ് ഒന്നും പോകുന്നില്ല. നല്ല ഫിനിഷ് ആയിട്ട് തന്നെയാണ് ആ പെയിന്റ് ഇരിക്കുന്നത്. എവിടെയും നമുക്കൊന്നും കാണുന്നില്ല. നല്ല സൂക്ഷിച്ച് തുടച്ച് വൃത്തിയാക്കി വേണം നമ്മൾ സൂക്ഷിക്കുമ്പോൾ വെക്കേണ്ടത്. നിങ്ങൾ സ്കൂളൊക്കെ തുറന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബൈ, നോ പ്രോബ്ലം. ആ ഒരു ഓഫർ ടൈമിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫർ പ്രൈസിൽ കിട്ടും. അല്ലെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ അവിടെയൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാം ബൾക്കായിട്ടൊക്കെ വാങ്ങുമ്പോഴേ. കാരണം സ്കൂളൊക്കെ നടത്തുമ്പോൾ ഒറ്റ സെറ്റ് പോരല്ലോ, ചിലപ്പോൾ 2 or 3 സെറ്റ്സ് ഒക്കെ വേണ്ടി വരും. ഡിപ്പെൻസ് നമ്മുടെ സ്കൂളിന്റെ സൈസ്, സ്കൂളിന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് 3 or 4 സെറ്റ്സ് തന്നെ ഓരോ മെറ്റീരിയൽസും വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ബാംഗ്ലൂർ ഈ മോണ്ടിസോറി മെത്തേഡ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഏരിയയിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ റീസണബിൾ പ്രൈസിലൊക്കെ കിട്ടും. നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ് എല്ലാം കൂടെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ വരുത്ത് തന്നെയാണ് എന്നുള്ള മാർഗം. പർച്ചേസ് ചെയ്യാം, നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ബ്രൗൺ സ്റ്റെയർസ് അതാണ്. നിങ്ങൾ എഴുതിയും കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് കോമ്പിനേഷൻ ഓഫ് ബ്രൗൺ സ്റ്റെയർസിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് നമുക്ക് കോമ്പിനേഷൻ ഓഫ് പിങ്ക് ടവർ ആൻഡ് ബ്രൗൺ സ്റ്റെയർസ് അത് എഴുതൂ, ഞാൻ പറഞ്ഞു തരാം. അത് പിക്ചറും ഉണ്ട്, പിക്ചർ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. കുട്ടികളുടെ ഇമാജിനേഷൻ ആട്ടോ, ഇങ്ങനെ തന്നെ അവർ ചെയ്യണം എന്നൊന്നുമില്ല. അവര് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പല രീതിയിൽ ചെയ്ത് നോക്കും. ഈ ബ്രൗൺ സ്റ്റെയറിന്റെ മുകളിലായിട്ട്, കാരണം ബ്രൗൺ സ്റ്റെയർ ആ ലെങ്ത് വൈസ് എല്ലാം ഒരേപോലെയല്ലേ, ഇത് കണ്ടു, ലെങ്ത് വൈസ് എല്ലാം ഒരേ രീതിയിലായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ പീസാന്ന് നമുക്ക് തോന്നും അല്ലെ, കീപ്പ് ചെയ്തേക്കണ കണ്ടു കഴിഞ്ഞാൽ കാണാലോ അല്ലെ, ഒറ്റ പീസായിട്ട് തോന്നും. അതിങ്ങനെ ബ്രൗൺ സ്റ്റെയർസ് വെച്ചിട്ട് അതിന്റെ മുകളിൽ പിങ്ക് ടവർ. പിങ്ക് ടവർ നമുക്കറിയാം പല പല ഷേപ്പില്. ഈ ബ്രൗൺ സ്റ്റെയർസ് ഇങ്ങനെ ലെങ്ത് വൈസ് ഇങ്ങനെ കുത്തനെ നിർത്തി കഴിയുമ്പോൾ എല്ലാം ഒരേ ലെവലിൽ നിൽക്കും. ബട്ട് പിങ്ക് ടവർ വെക്കുമ്പോഴോ ആ പിങ്ക് ടവറിന് എല്ലാം 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ ആയത് കാരണം ഡിഫറെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് പോലുള്ള രീതിയിൽ നമുക്ക് കുട്ടികളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം പിങ്ക് ടവർ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റെയർസ് ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോഴേക്കും അത് ആ ഒരു മെത്തേഡ് മാത്രം. ബട്ട് ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ദേ ക്യാൻ മേക്ക് മെനി മോർ വേസ്. ആ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ. സോ അതിന്റെ കോമ്പിനേഷൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ, ആ കോമ്പിനേഷനെ പറ്റി എഴുതിക്കൂ. ഓരോന്നും ഓരോ പേജിലാണോ എഴുതുന്നത്? പിങ്ക് ടവർ ഒരു പേജില്, ബ്രൗൺ സ്റ്റെയർസ് ഒരു പേജില്, അങ്ങനെയാണോ എഴുതുന്നത്? ഇങ്ങനെയാകുമ്പോ പിക്ചർ ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. ലെഫ്റ്റ് സൈഡില് എനിക്ക് തോന്നുന്നു കോമ്പിനേഷൻ ഓഫ് പിങ്ക് ആൻഡ് ബ്രൗൺ അപ്പാരറ്റസ് നിങ്ങൾ നെക്സ്റ്റ് പേജിൽ എഴുതുന്നതായിരിക്കും നല്ലത്. ഞാൻ ടെക്സ്റ്റ് നോക്കിയിട്ട് എക്സ്ട്രാ എന്തെങ്കിലും കൂടി ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. എഴുതി തുടങ്ങിക്കോളൂ, ഞാൻ ആ പേജ് ആക്കി വെക്കാം. ടെക്സ്റ്റിനകത്ത് എക്സ്ട്രാ, എന്റെ ടെക്സ്റ്റിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. മാം ഹെഡിങ് മാത്രമാണ് എഴുതേണ്ടത് അതോ കണ്ടിന്യൂ ചെയ്യാമോ? അത് പാരാഗ്രാഫ് ഹെഡിങ് മാത്രമാണ് എഴുതേണ്ടത് അതോ ഫുൾ പാര എഴുതാമോ? ഫുൾ പാര എഴുതിക്കോളൂ. എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്താൽ മതിയല്ലോ അതിന്റെ കൂടെ. ഇത് വേറെ പേജിൽ എഴുതാനാണോ പറഞ്ഞത്? അതായിരിക്കും നല്ലത്. പിക്ചർ വരുന്നില്ലേ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പിക്ചർ ഒട്ടിക്കാം. നമുക്ക് പേജസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഗൗതമേ
ചോറ് തരാട്ടാ, ചോറ് തരാന്ന്, ചോറ് തരാന്ന്. എലിവരോട് പരിപ്പ് കൂട്ടാൻ വാങ്ങിട്ട് വാ. കുട്ടികളൊക്കെ വിശന്നിരിക്കുകയാണോ? ഭക്ഷണം കൊടുത്തിട്ട് പതുക്കെ വന്നിരിക്കും, എന്നിട്ട് എഴുതിയാ മതി. മ്യൂട്ട് ചെയ്യാൻ മറന്നുപോയി. മോനിടയ്ക്ക് വന്ന് ചോറ് ചോദിച്ചപ്പോഴേ. കൊടുത്തിട്ട് വാ. ആരായിരുന്നു? മനീജയാണോ? മനീജ കൊടുത്തിട്ട് വരൂ, പ്രശ്നമൊന്നുമില്ല, സമയമുണ്ട്. ഈ മോൻ 9 മണി വരെ നമ്മളെ നോക്കിയിരിക്കണ്ടേ. കോമ്പിനേഷനെ കുറിച്ച് ഇത് കാര്യമായിട്ട് പറയണില്ല. മാം പിക്ചേഴ്സ് ഒക്കെ കളർ തന്നെ എടുക്കണ്ടായിരുന്നേ പ്രിന്റ്? കളർ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും. ഓക്കെ. ഓക്കെ, കഴിഞ്ഞു. മനീജയും വന്നോ? പിങ്ക് ടവറിനെ കുറിച്ചുണ്ട്. പിങ്ക് ടവറിന്റെ അവിടെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടോ? ഇത് എഴുതി കഴിഞ്ഞിട്ട് മനീജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഇതിനകത്തുള്ളത് വായിക്കാം. എക്സ്ട്രാ പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 10 ലൈൻ ഒക്കെ മതിയാവോ മാം? അത്രേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് ചെറിയ പാരഗ്രാഫാണ്. നമ്മൾ അതിനകത്ത് എഴുതാത്ത എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. എല്ലാ മെറ്റീരിയൽസിനെയും കുറിച്ച് കൊടുത്തിട്ടില്ല. പിങ്ക് ടവർ എങ്ങനെ കണ്ടു? നമ്പർ റോഡ്സ് ആണ്. നമ്പർ റോഡ്സും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് 7th എന്നുള്ളത് ഒന്നും കൂടെ നമുക്കൊന്ന് പുഷ് ചെയ്ത് മാറ്റിയാലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞതേ. മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയിട്ട് മതി മാമല്ലോ. സമയമുണ്ടല്ലോ. അതെ. അല്ലെങ്കിൽ വന്നിട്ട് അത് മുഴുവനും യൂസ്ഫുൾ ആകാതെ പോകുന്നതേ. വരികയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കയ്യിൽ പിടിച്ചു നോക്കി അങ്ങനെയൊക്കെ അതിന്റെ വെയിറ്റ് എല്ലാം നമ്മൾ ഫീൽ ചെയ്യണം. ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോ അവർക്ക് എന്തൊക്കെയാണോ അവർ അതിൽ മനസ്സിലാക്കണം, അതുപോലെ തന്നെ നമ്മളും അത് മനസ്സിലാക്കണം. ഓക്കെ, മനീജ് എത്തിയോ? മാം അങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. കാരണം ഞങ്ങക്ക് വരാനുള്ള ടിക്കറ്റ് ഒക്കെ ഇപ്പൊ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിടക്കണത്. അപ്പൊ ഇനി അത് വേണോ വേണ്ടേ എന്നുള്ളത്. ഈ മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ട് 1 വീക്ക് 2 വീക്സിന് മുകളിലായി കിട്ടാത്തതേ. അപ്പം ഞാൻ മാമിനോട് ചോദിച്ചത് ട്രാക്ക് ചെയ്യാനായിട്ട് ഞാൻ മാമിനോട് പറഞ്ഞു. മാം എന്തോ ഫോൺ ചേഞ്ച് ചെയ്തതിന്റെ ഒരു ഇഷ്യൂ പറയണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് നാളെ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യട്ടെ. നാളെ പറഞ്ഞാ മതി. മറ്റേ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നേരിട്ട് വരാൻ വേണ്ടിട്ട് മലപ്പുറത്തുനിന്ന്. മലപ്പുറത്തുനിന്നാ വരുന്നത്. അപ്പോ ചിലപ്പോ തലേന്ന് വന്ന് സ്റ്റേ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് കൺഫേം ആയിട്ടില്ല. അപ്പൊ അതിന്റെ ഇതിലിങ്ങനെ നിക്കണ എങ്ങനെയാണ് എന്നുള്ള. അപ്പൊ ഇതിന്റെ എന്താ അറിയട്ടെ അതാ ചോദിച്ചു. പറവൂര് കൊടുങ്ങല്ലൂർ റൂട്ടല്ലേ? കൊടുങ്ങല്ലൂർ എറണാകുളം റൂട്ട്. അതെ അതെ. ഞങ്ങൾക്ക് ഇവിടുന്ന് എന്റെ വീട് ആമ്പല്ലൂരാ. ഏത് ആമ്പല്ലൂരാ? ആമ്പല്ലൂര്. അല്ല, ആമ്പല്ലൂര് കുറെ സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഇത് കാഞ്ഞിരമറ്റം സൈഡിലൊക്കെ ഒരു ആമ്പല്ലൂര് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചത്. പാലിയേക്കര ടോള്. യെസ്, തൃശ്ശൂര്. ഓക്കെ, ഇത് കോമ്പിനേഷൻ നിങ്ങൾ എഴുതിയില്ലേ? ഞാൻ ആ പിങ്ക് ടവറിന്റെ എടുത്തിട്ട് ഞാൻ ഇത് ടെക്സ്റ്റ് ഉള്ളതൊന്ന് വായിക്കാം.
മാം അതിപ്പോ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണോ എഴുതേണ്ടത്? അല്ല, പിങ്ക് ടവർ നിങ്ങൾ എഴുതിയതിൽ കുറച്ച് ലൈൻസ് ഇല്ലേ? ഇല്ല ഞാനത് മാം, എഴുതിയിട്ടില്ല. ടവറിലില്ല. ആണോ? എനിക്ക് കുറെ ലൈൻസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഫുൾ പേജിൽ കഴിഞ്ഞോ? ഇല്ല ഇല്ല, ഒരു 10-12 ലൈനൊക്കെ ഉണ്ട് ബാക്കി. ആർക്കും ഇല്ലാന്ന് പറഞ്ഞു, അതാ ചോദിച്ചേ. എനിക്കില്ല മാം, ആണോ? എനിക്കില്ല മാം. ഞാൻ സെൻസോറിയൽ അപ്പാരറ്റസിന്റെ താഴെ തന്നെ പിങ്ക് ടവറും എഴുതിയത്, അതുകൊണ്ട് അവിടെ ഫുള്ളായി. ഫുള്ളായോ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അത് കോമ്പിനേഷനിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. പിങ്ക് ടവറിന്റെ കാര്യം സ്പേസ് ഇല്ലാത്തവരുള്ളവർ പിങ്ക് ടവർ എഴുതിയ ഭാഗത്ത് തന്നെ എഴുതും. എല്ലാം ഒരു പേജിൽ അങ്ങനെ എഴുതി. ലെഫ്റ്റ് സൈഡിലെ പിക്ചർ അതായിരുന്നു നല്ലത്. ഓക്കെ, കുഴപ്പമില്ല. പിങ്ക് ടവർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സെൻസോറിയൽ ആക്ടിവിറ്റീസ് വിച്ച് ചിൽഡ്രൻ എൻജോയ് ഡൂയിങ് ഇറ്റ് റിപ്പീറ്റഡ്ലി. റിലേറ്റഡ് വല്ല ഇത് വന്നോ അതില്? അങ്ങനെ ഒരെണ്ണം വന്നിട്ടില്ല അല്ലെ? വായിക്കാം. They will enjoy by doing repeatedly. മതി. സിമിലർ സെന്റൻസ് ആണല്ലോ. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 വുഡൻ ക്യൂബ്സ്. The measurement of the cubes varies from 10 centimeter in the largest to the 1 centimeter in the smallest. അതൊക്കെ വരുന്നുണ്ടല്ലോ. The materials, they represent the mathematical succession of 30, 23, 33 എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും ആവശ്യമില്ല, കാരണം കുട്ടികളെ സംബന്ധിച്ച് അതൊന്നും വേണ്ടല്ലോ. It is displayed in the form that it assumes after the activity is done. The height of the tower is 55 centimeters. എഴുതിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതില്ല. നമ്മളതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോ 10, 9, 8 എല്ലാം ആഡ് ചെയ്യുമ്പോ 1 തുടങ്ങി 10 വരെ ഉള്ളതിന്റെ നമ്പർ ഓഫ് അത്രയും നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 55 ആണല്ലോ. സോ അതാണ് ഹൈറ്റ് ഓഫ് ദ ടവർ. ആ ഫുൾ ടവർ ചെയ്ത് കഴിയുമ്പോൾ ഹൈറ്റ് 55 സെന്റിമീറ്റർ ആകും. അതൊക്കെ വേണമെങ്കിൽ എഴുതാം. അത് വേണമെങ്കിൽ കോമ്പിനേഷനിൽ ഇങ്ങനെ എഴുതിക്കോളൂ. The height of pink tower is 55 centimeters. നിങ്ങൾക്ക് സ്ഥലമുള്ളടക്ക് ഇവിടെ എഴുതാം. കോമ്പിനേഷനിൽ എന്തായാലും നെക്സ്റ്റ് കൊടുത്താൽ മതിയോ? The height of the tower is 55 centimeters. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിക്കോളൂ. 1 plus 2 plus 3 plus etc plus 10 equal 9 plus 10 equal to, അതായത് 1 തുടങ്ങി 10 വരെയുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നതാണ് ഈ 55 എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റില് 1 plus 2 plus 3 മുഴുവൻ നമ്പർ എഴുതാൻ ഇഷ്ടമാണെങ്കിൽ 3 plus 4 plus 5 plus 6 plus 7 plus 8 plus 9 plus 10 equal to 55 സെന്റിമീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് 1 plus 2 plus etc plus 9 plus 10 അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിക്കോളൂ. എല്ലാ നമ്പേഴ്സ് എഴുതിയിട്ട് സം കാണിക്കാനാണെങ്കിൽ അങ്ങനെ. അപ്പൊ ടോട്ടൽ ടവറിന്റെ ഹൈറ്റ് 55 സെന്റിമീറ്റർ ആയിട്ട് വരും. വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ തുടങ്ങിയ സെന്റൻസ് ഒന്ന് ചെറുതാക്കിയിട്ട് അതിന്റെ കൂടെ താഴെ ഒരു കൺക്ലൂഷൻ പോലെ ആഡ് ചെയ്യാം. It is one of the most interesting sensorial activities. സ്പെല്ലിംഗ് എഴുതി വെക്കാം. മാം ഒന്നുകൂടെ പറയോ? പറയാം. It is one of the most interesting sensorial activities അതോടുകൂടി നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ബ്രൗൺ ഷെയ്ഡ്സിനെ കുറിച്ച് ഇത് അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബ്രൗൺ ഷെയ്ഡിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. നോക്കട്ടെ കേട്ടോ. അതുകൊണ്ടായിരിക്കാം ഞങ്ങളെ മാം
ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് എഴുതിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതില്ല എന്ന് പറഞ്ഞു? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. കോമ്പിനേഷൻ എഴുതി പിക്ചേഴ്സ് ഒക്കെ ഒട്ടിക്കാനുള്ള സ്പേസ് വിടുക. ഇനി പിങ്ക് ടവർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂള് പോലെ ഉണ്ടാവും കേട്ടോ. മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു കൊച്ചു സ്റ്റൂൾ ഉണ്ടാവും. ഈ പിങ്ക് കളറ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും സ്റ്റൂളിന്റെ കളറ് നിങ്ങൾക്ക് പറഞ്ഞിട്ടോ. നമ്മൾ അങ്ങനെയല്ലേ, നമ്മളൊരു ഫ്ലവർ വേസ് വെക്കുമ്പോൾ ഫ്ലവറിന്റെ പോട്ടിന്റെ കളറും അതിൽ വയ്ക്കുന്ന കളറും മീൻസ് വയ്ക്കുന്ന ഫ്ലവേഴ്സിന്റെ കളറും പക്ഷെ അത് അട്രാക്റ്റീവ് ആകാനായിട്ട് പോട്ടും നമുക്ക് നന്നായി തോന്നണം, അതിലെ ഫ്ലവേഴ്സും. ഒരെണ്ണത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ രണ്ടും നമ്മൾ ഒന്നില്ലെങ്കിൽ അതിന്റെ ഷേപ്പിലൊരു യുണീക്നെസ് കാണിക്കും. അങ്ങനെ അതുപോലെ തന്നെയാണ് ഇവിടെ സ്റ്റൂളും സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതും കൂടെ എഴുതാം. ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ എ ലോ സ്റ്റൂൾ. LOWSTOOL. മാം ഒന്നുകൂടെ പറയൂ. It is displayed on a low low stool. നിങ്ങൾക്ക് പിക്ചറിൽ കാണാനായിട്ട് പറ്റും ആ സ്റ്റൂള്. പിന്നെ ആ റൂമിന്റെ ഒരു ടെക്സ്ചർ, റൂമിലെ പെയിന്റ്, റൂമിലെ അതിനനുസരിച്ചൊക്കെ ആയിരിക്കും ഈ സ്റ്റൂള് സെലക്ട് ചെയ്യുന്നത് പിങ്ക് ടവറിന്റെ കളറുമായിട്ട്. അപ്പൊ പിങ്ക് കളറിനേക്കാളും കുറച്ചൊന്ന് കോൺട്രാസ്റ്റ് ആണ്. അങ്ങനെ സ്റ്റൂളൊക്കെ ആകുമ്പോൾ ഒരു വുഡൻ ടച്ചിലുള്ള എന്തെങ്കിലും ഒരു കളറോ അങ്ങനെയൊക്കെ കൊടുക്കണം. ഈ പിങ്ക് കളറും പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയർസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് കളറും കൂടെ നല്ല രീതിയിൽ എന്താ പറയാ മേർജ് ആവും. രണ്ടും കൂടെ നല്ലൊരു മാച്ച് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. എഴുതാൻ എഴുതി കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് പിങ്ക് ടവർ ബ്രൗൺ സ്റ്റെയർസ് കോമ്പിനേഷന്റെ പിക്ചർ രണ്ടും കൂടെ ഒരു പേജിൽ വന്നു. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ഒരു പേജിൽ തന്നെ എഴുതിയത്. കണ്ടോ, ബ്രൗൺ സ്റ്റെയർ മാത്രം രണ്ടും കൂടെ കമ്പൈൻ ചെയ്തത് ആ രീതിയിൽ വന്നു. നെക്സ്റ്റ് നോബ്ഡ് സിലിണ്ടേഴ്സ്. ഹെഡിങ് കൊടുത്തോളൂ, നോബ്ഡ് സിലിണ്ടേഴ്സ്. 4 ടൈപ്സ് ഓഫ്, അത് നിങ്ങൾക്ക് ആ 4 ടൈപ്പും എഴുതിയതിന് ശേഷം 4ഉം ഒന്ന് നല്ല പോലെ മനസ്സിലാക്കി ഒന്ന് വായിച്ചു നോക്കണം. എന്താണ് 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒന്നുകൂടെ അത് കാണാം. നോബ്ഡ് സിലിണ്ടർ.
4 ക്ലാസിഫിക്കേഷൻ വരെ എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഞാൻ എന്റെ കയ്യിലിരിക്കുന്നത് ഓരോന്നായിട്ട് പുറത്തെടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷനിൽ ഏതാണ് അത് കണ്ടിട്ട് പറയണം. ലാസ്റ്റ് വൺ മാത്രം ഞാൻ കൈ പിടിക്കുള്ളൂ കേട്ടോ, കാരണം അത് ചെറുതായതുകൊണ്ട് ഫാൻ കറങ്ങും, താഴെ വീഴും, അത് ഇരിക്കില്ല, പ്ലേസ് ചെയ്തിരിക്കില്ല. സിലിണ്ടറിന്റെ ഡെപ്ത് ശ്രദ്ധിച്ചോളൂ, കാണാലോ, നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ അതിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷനിൽ വെച്ച് കാണിച്ചു തരാം. ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷനിൽ വെക്കുകയാണെ 5 സിലിണ്ടേഴ്സ് ഉണ്ട് നോബ്ഡ്. 4 ഞാൻ പ്ലേസ് ചെയ്യാം, ഒരെണ്ണം ഞാൻ കൈ പിടിക്കാം, കാരണം വെച്ചാൽ ചിലപ്പോ അത് കാറ്റ് കൊണ്ട് എങ്ങാനും വീണ് പോയാലോ എന്ന് വെച്ചിട്ട് വെച്ച് നോക്കാം. ഓക്കെ, ഇത് ഏത് ക്ലാസിഫിക്കേഷനിലാണ്? 4 പറഞ്ഞതിൽ ഏത് ക്ലാസിഫിക്കേഷനിലാണ്? നമുക്ക് 2 ഡയമെൻഷൻസ് ആണ് ഇതിനെ പറയുന്നത്, ഹൈറ്റും വിഡ്ത്തും. വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർക്കുലർ ഫേസ് അല്ല, ഇതിന്റെ ഒരു ഡയമീറ്റർ, ആ ഒരു വിഡ്ത്ത്. Height remains same. Width increases. Yes, height remains same, width increases. അല്ലെ? അത് മനസ്സിലായി. ഓക്കെ, നല്ല ഫിനിഷിംഗ് ആണ്, നല്ലൊരു വുഡ് പീസസ് ആണ്, നല്ല ഫൈൻ ആയിട്ടിരിക്കുന്ന. നമുക്ക് എവിടെയും ഇത് സ്മഡ്ജ് ചെയ്തോ നമുക്ക് കൊണ്ട് ഇതാവോ സാൻഡ് പേപ്പറിന്റെ പോലെയോ അങ്ങനെ റഫ്നെസ് ഒന്നുമില്ല, നല്ല സ്മൂത്ത് ടെക്സ്ചർ ആണ്. ഓക്കെ, അപ്പൊ ഈ കുട്ടികൾ ചെയ്യുമ്പോ ചിലപ്പോ ഈ ചെറുതൊക്കെ കൊണ്ടുവന്ന് വലിയ വിട്ടുള്ളതിൽ വെക്കും. അങ്ങനെ ഇവർ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് പോകുമ്പോ ഇത്രയും വെച്ച് കഴിഞ്ഞപ്പോ ഈ 2 എണ്ണത്തിനെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, വീണ്ടും ഇതെല്ലാം തിരിച്ചെടുത്തിട്ട് വീണ്ടും ചെയ്ത് നോക്കും. അപ്പൊ അവരുടെ കൺട്രോൾ ഓഫ് എറർ അവര് തന്നെ ശരിയാക്കും. ഫസ്റ്റ് ഒരെണ്ണം പറഞ്ഞു, ഒരു ക്ലാസിഫിക്കേഷൻ, ഹൈറ്റ് റിമൈൻസ് സെയിം, വിഡ്ത്ത് ഇൻക്രീസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇത് മനസ്സിലാക്കിയാൽ തന്നെയാണ്. നെക്സ്റ്റ് വൺ എടുത്തു. അപ്പൊ എങ്ങനെ നമ്മൾ ഇതിന്റെ ഈ പിച്ചിനകത്ത് ഇത് വെച്ചാലും ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്ത് വെച്ചാലും ലെവല് സെയിം ആയിട്ട് കിട്ടണം, പൊങ്ങിയും താങ്ങുമെന്ന് ഇരിക്കരുത്. അതാണ് ഇതിന്റെ ഫിനിഷിങ്. അതെല്ലാം കുട്ടികൾക്ക് ആദ്യം ഡെമോ കൊടുക്കും. ഇനി ഇതൊന്ന് പുറത്തെടുക്കാം, ഏത് കാറ്റഗറിയാണ് കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് ഇതിന്റെ ഡെപ്തിന്റെ ആ ഡീപ്നെസ് ഒന്ന് നോക്കിക്കോളൂ. മനസ്സിലാവൂന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ പ്ലേസ് ചെയ്ത് കാണിക്കാം. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും അല്ലെ? അപ്പൊ ഇതിന്റെ ഡെപ്ത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഹൈറ്റ് കൂടുതലുള്ളതിന്റെ ഡീപ്പായിരിക്കും, അതിന്റെ അടുത്തത് കുറച്ചും കൂടെ അതിനേക്കാളും ഡെപ്ത്നെസ് കുറയും. അങ്ങനെ ഓരോന്ന് വരും അല്ലെ? ക്ലാസിഫിക്കേഷൻ മനസ്സിലായി. ചില നോബ്ഡ് സിലിണ്ടേഴ്സ് യൂണിറ്റ് 10 സിലിണ്ടേഴ്സ് കാണും കേട്ടോ. ഇതിപ്പോ 5ന്റെ ആണ്, 5, 10 അങ്ങനെ എടുക്കാം. ഇതിങ്ങനെയുള്ള 10 എണ്ണം കാണുന്നു, മനസ്സിലായോ? ഇത് ഏറ്റവും ഡെപ്ത് കുറഞ്ഞ ഭാഗം കണ്ടോ? വെച്ച് കഴിയുമ്പോ എല്ലാം സെയിം ലെവലില്. കുട്ടികൾ ഏതെങ്കിലും രീതിയിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മിനിമം ഒരെണ്ണമെങ്കിലും ബാലൻസ് ആയിട്ട് ഒന്നിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരും. അപ്പൊ അവർക്ക് മനസ്സിലാവും അവരിത് പ്ലേസ് ചെയ്തതിൽ എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ അവര് തന്നെ അത് ചേഞ്ച് ചെയ്ത് ശരിയാക്കും. അടുത്തത് ഡെപ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങോട്ട് പോകുന്തോറും കൂടുതൽ ഡീപ്പായി പോവാം, ചെറുതിലേക്ക് പോകുന്തോറും ഡീപ്പായി വന്നിരിക്കും. ഫസ്റ്റ് ഏറ്റവും വിട്ട് കൂടിയത് ഞാൻ ആദ്യം വെച്ചു. നെക്സ്റ്റ് വൺ,
നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും. അതുപോലെ ഫിനിഷിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാ. ഒരു പ്രാവശ്യം ഒന്നുമില്ല, 2-3 പ്രാവശ്യം കയ്യിലൊക്കെ എടുക്കാനായിട്ടൊക്കെ തോന്നും. ഏത് ക്ലാസിഫിക്കേഷനിൽ വരും? ഞാൻ കൈ പിടിക്കാട്ടോ, കാരണം അത് താഴെ വീഴും, അതിന് ഭയങ്കര തിൻ ആയതുകൊണ്ട്. ഏത് ക്ലാസിഫിക്കേഷനിൽ വരും? Width remains same, height increase. ആണോ? ആണോ? Height remains same, width also decreases. രണ്ടും മാറുമല്ലേ? Width decrease ആവുന്നുണ്ട്, height remains same പോലെ പോകുന്നു. ഹൈറ്റ് സെയിം ആണോ? നോക്കിക്കേ, ഹൈറ്റ് Height increasing, width Width decreasing. also increasing. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഹൈറ്റ് കൂടിയപ്പം വിട്ട് കുറഞ്ഞു അല്ലെ? ഹൈറ്റ് കുറഞ്ഞപ്പം വിട്ട് കൂടി. ഒന്നുകൂടെ ശ്രദ്ധിക്കും. Yes, ma'am. Width decreasing, height increasing. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഏറ്റവും കുറഞ്ഞ ഹൈറ്റ് ഉള്ളതിന് വിട്ട് കൂടുതൽ, ഏറ്റവും കുറവ് വിട്ടുള്ളതിന് ഹൈറ്റ് കൂടുതൽ. അടിയിലേക്ക് തന്നെ വേണം. ഓക്കെ, നമുക്കിത് ഒരിക്കലും നമ്മളിത് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ റഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് തോന്നില്ല. കുട്ടികൾക്ക് ഫ്രം ദ ബിഗിനിങ് തന്നെ ആ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ അവരും റഫായിട്ട് ഹാൻഡിൽ ചെയ്യില്ല. ലാസ്റ്റ് വൺ, 3 ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാസ്റ്റ് ഇതിന്റെ ഡെപ്ത്നെസ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണേ? എങ്ങനെയാ വിട്ട്? Width same ആണ്. സെയിം ആണ്. Yes. Height decreases, width remains same. അപ്പൊ ഇത് നമ്മൾ പല പ്രാവശ്യം വായിച്ചു നോക്കിയാലും നമ്മളുടെ കയ്യിൽ ഇതെടുത്ത് നമ്മളൊന്ന് ചെയ്തൊക്കെ നോക്കി കഴിയുമ്പോഴാണ് നമുക്കത് കുറച്ചുകൂടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ മാറില്ല. അങ്ങനെ വായിച്ച് മാത്രം എടുക്കും. ഇങ്ങനെ 4 ടൈപ്പാണ് നോബ്ഡ് സിലിണ്ടേഴ്സ്. അതിന്റെ ബാക്കി റൈറ്റിംഗ്സ് നിങ്ങൾ എഴുതിക്കോ. ഞാൻ അപ്പോഴേക്കും ഇതൊന്ന് അതിന്റെ കേസിലേക്ക് ഒന്ന് മാറ്റിട്ട്. ഇനി എന്തെങ്കിലും അത് കാണണോ? ഏതെങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? No need, ma'am. അല്ലേ? ഇത് ഇവർക്ക് ശരിക്കും തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാത്തിന്റെയും വിട്ട് സെയിം ആയതുകൊണ്ട് എവിടെ വെച്ചാലും ചിലപ്പോ എല്ലാം അതിനകത്തേക്ക് കയറും. ബട്ട് കണ്ടോ, ഹൈറ്റ് ഡിഫറൻസ് വരും. അപ്പൊ അവർക്ക് മനസ്സിലാവും ലെവൽ ഒന്നല്ല. അപ്പൊ മാറ്റി ഇത് കുറെ അവര് ചിലപ്പോ റിപ്പീറ്റ് ചെയ്യുമായിരിക്കും, കുറെ പ്രാവശ്യം. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരേയായിരിക്കും. അതിനെ പറ്റി ഇത് എഴുതിക്കോ. സിലിണ്ടേഴ്സിനെ പറ്റി ഒന്നും അത് കാര്യമായിട്ട് കണ്ടില്ല. കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ എക്സസൈസ് ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ മെറ്റീരിയൽസ് നോക്കിയോ? ഞാൻ ഇതിന്റെ ഒരു തിരക്കിലായതുകൊണ്ട് മെറ്റീരിയൽസ് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് നോക്കാം. മെറ്റീരിയൽസിനെ കുറിച്ച് 3rd മോഡ്യൂളിൽ എന്തെങ്കിലും പറയാൻ പോകും. പ്രിന്റ് ഔട്ട് എടുത്തില്ല. അങ്ങനെ ഒരു ബോക്സിലാണ് അത് കിട്ടിയത്. റേറ്റ് ഒന്നും കാണുന്നില്ല. വാർണിംഗ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ദിസ് പ്രോഡക്റ്റ് ഇസ് നോട്ട് suitable ഫോർ children under 36 months and should be used under adult supervision.
ദിസ് പ്രോഡക്റ്റ് കണ്ടെയ്ൻ സ്മോൾ പാർട്സ് എക്സെട്ര. അതുകൊണ്ടായിരിക്കും വായിലേക്കൊക്കെ വയ്ക്കുമല്ലോ കൊച്ചുകുട്ടികൾ. വിച്ച് മേ കോസ് ദ റിസ്ക് ഓഫ് സഫോക്കേഷൻ ഓഫ് ചിൽഡ്രൻ അണ്ടർ 36 months. നമ്മൾ ശരിക്കും 36 മന്തിനുള്ള കുട്ടികൾക്ക്, ആ 3 years കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കല്ലേ ഇത് യൂസ് ചെയ്യുന്നത്. 36+ months ആണ് ഏജ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടിയിലത്തെ ഏതാണോ മാം? നോബ്ലസ് സിലിണ്ടേഴ്സ്. നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ, ഒരു 3 minutes കൊണ്ട് അതിന്റെ റൈറ്റിംഗ്സ് എഴുതി വെക്കാം. അടുത്ത ദിവസം അത് നമുക്ക് പരിചയപ്പെടാം. അതായിരിക്കും നല്ലത്. സമയം കിട്ടില്ല. നോബ്ലസ് സിലിണ്ടേഴ്സും കൂടെ എഴുതിക്കോളൂ. ഒരു പേജിൽ തന്നെയാണോ മാം എഴുതേണ്ടത്? ഇതിൽ തന്നിരിക്കുന്ന പോലെ? കാരണം ഇതിന്റെ പിക്ചർ ഞാൻ ഒട്ടിച്ചേക്കണം, അങ്ങനെയാന്ന് തോന്നുന്നു. കണ്ടോ, രണ്ടും ഒരേ ഇതുപോലെ പിക്ചറാ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒറ്റ പേജിൽ തന്നെ രണ്ടിന്റെ പിക്ചേഴ്സ് കണ്ടത്. ഞങ്ങള് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 10 സിലിണ്ടേഴ്സ് ആയിരുന്നു. സെയിം തന്നെ ക്ലാസിഫിക്കേഷൻ ഒക്കെ സെയിം തന്നെ. അത് നമ്മളിപ്പോ നോക്കിയല്ലോ, 5 ആണെങ്കിലും സെയിം ക്ലാസിഫിക്കേഷൻ തന്നെ, നമ്പറിൽ മാത്രം വ്യത്യാസം വന്നേ ഉള്ളൂ. കുറച്ചുകൂടെ പ്രൈസ് ആവുമായിരിക്കും. ഇത് നോബ്ലസ് സിലിണ്ടേഴ്സ് എല്ലാം നമുക്ക് 10 ഉണ്ട്. നിങ്ങൾ ഇത് എഴുതി വെക്കൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോബ്ലസ് സിലിണ്ടർ എടുക്കാം. ഇതിനെ കുറച്ചും കൂടി ഒന്ന് പൊന്തി താഴ്ത്തോ, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ. ഓക്കെ, സിലിണ്ടേഴ്സ് എന്തെങ്കിലും കൂടെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. എന്റെ മുമ്പായിട്ട് നമ്മൾ ഈ ഗസ്റ്റേറ്ററി സെൻസിൽ നമുക്കറിയാം, നമ്മള് മധുരം, പുളി, അങ്ങനെ ഉപ്പ്, അതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നാക്കിന്റെ ഏത് ഭാഗങ്ങളിൽ അതൊക്കെ നിങ്ങൾക്ക് അറിയോ? സ്വീറ്റ് എവിടെയായിരിക്കും? ടിപ്പിലല്ലേ? സ്വീറ്റ് ടിപ്പില്. സോറും പുളിയും പുളി മിഡിൽ, the two edges of the tongue. ഓക്കെ. Bitter, base of the tongue. Salt all over the tongue. എന്റെ ടെക്സ്റ്റിൽ കണ്ടതാട്ടോ, അത് കണ്ടപ്പോ ഷെയർ ചെയ്തത്. സ്വീറ്റ് ടിപ്പ് ഓഫ് ദ ടങ്, അതല്ലേ നമ്മൾ നാവിൻ തുമ്പുകൊണ്ടല്ലേ പലപ്പോഴും മധുരമൊക്കെ ഇങ്ങനെ കയ്യിലെടുത്തിങ്ങനെ. സോർ, the two edges of the tongue. Bitter, the base of the tongue. Salt all over the tongue. എരിവല്ല, ഭയങ്കര ചൂടോടെ എന്തെങ്കിലും കുടിക്കുവാണെങ്കിൽ നമ്മൾ കുറെ നേരത്തേക്ക് ഈ സെൻസേഷൻ നമുക്ക് നഷ്ടപ്പെടും. ഈ സിലിണ്ടേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ടീക്ക് വുഡ് അല്ലെങ്കിൽ റോസ് വുഡ് കൊണ്ടാട്ടോ. കോസ്റ്റ്ലി ആയിട്ട് ഫിനിഷിങ്ങിലും അത് ചെയ്യിക്കാനില്ല. വൈറ്റ് സോ ലൈക്ക് ടീക്ക് വുഡ് അല്ലെങ്കിൽ റോസ് വുഡ് ആണ്. അല്ലാത്ത വുഡ്സ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനും അങ്ങനെ കുത്തു വീഴാനും അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്. അതുപോലെ നല്ല ഫൈനാണ് അതിനകത്ത്. സിലിണ്ടേഴ്സ് മാത്രമല്ല, ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബേസ്, നമ്മൾ പ്ലേസ് ചെയ്യുന്ന അതൊക്കെ ഇല്ല, അതെല്ലാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. അതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ. അത് നോബ്ലസ് ആണെങ്കിലും മെറ്റീരിയൽ യൂസ്ഡ് ഇസ് ടീക്ക് വുഡ് ഓർ റോസ് വുഡ്. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് സിലിണ്ടേഴ്സ് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഞാൻ വേണമെങ്കിൽ ഒരു സെന്റൻസ് ആയിട്ട് ചാറ്റിൽ എഴുതിക്കാം. മാം അത് ഏതിലാ എഴുതേണ്ടത്? നോബ്ഡ് സിലിണ്ടർ ആണോ? ഏതിനായാലും കുഴപ്പമില്ല. എല്ലാ സിലിണ്ടേഴ്സും അങ്ങനെ തന്നെയാണ്. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് cylinders are teak wood, rosewood,
ടീക്കിന്റെ ഒക്കെ ടീ ഒക്കെ ഒന്ന് ക്യാപിറ്റൽ ആക്കിക്കോട്ടോ, ഞാൻ അത് വിട്ടു. റോസ് വുഡ്, ഒരു ബീച്ച് വുഡ് എന്ന് കാണുന്നുണ്ട്, അതെന്താ നോക്കട്ടെ കേട്ടോ. സോളിഡ് ബീച്ച് വുഡ്. യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക, അവിടെയൊക്കെ നോർത്ത് അമേരിക്കയിലൊക്കെ കാണുന്നതാണ് ഈ ബീച്ച് വുഡ്. ഇല മുഴുവൻ കൊഴിഞ്ഞ് അതിന്റെ കളേഴ്സ് ആട്ടോ. ശരിക്കും ഇതിന്റെ കളർ ആ ബീച്ച് വുഡിന്റെ കളറുമായിട്ട് നല്ല മാച്ചാണ്. ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ബീച്ച് വുഡ് കാണാനായിട്ട് പറ്റും. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളത്, സെയിം കളർ, നമ്മുടെ ഇതിന്റെ ഒരു സെയിം കളർ തന്നെയാണ്. നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അതിന് സിലിണ്ടേഴ്സിനെ കുറിച്ച്, കാരണം നമുക്ക് 4 ഡിഫറെന്റ് ബ്ലോക്സ് ആണ് കളറിലുള്ളത്. അപ്പൊ അത് നമുക്ക് കുറച്ചധികം പറയണം, ഇതിന്റെ കോമ്പിനേഷനും പറയാം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, Good night, ma'am. Thank you, ma'am. Good night, ma'am. ഗുഡ് നൈറ്റ് മാം. Thank you, ma'am.